വരണം വരണം. ആ ജയൻ ഒന്നുകൂടെ ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. അത് പിന്നെ ഞങ്ങളെ ഈ പെണ്ണ് കാണാൻ വരുമ്പോ ആർക്കും മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷം ശരീരത്തിൽ പ്രതിഫലിക്കുമ്പോ ഒന്നും സംസാരിക്കേണ്ട, ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അതല്ല ജയന്റെ അച്ഛ, എന്തൊരു ചേർച്ചയാണെന്ന് നോക്കിയേ. ഉണ്ണിത്താൻ ഉണ്ണിത്താൻ. ചേർച്ചയല്ല, ചോർച്ചയാ. അത് സ്വന്തം കാര്യം പറഞ്ഞതാ, പരിചയപ്പെട്ടിട്ടില്ല അല്ലേ? പൊതുവാൾ ലോങ്കോ. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ല, നോൺ സ്റ്റോപ്പാ. വാ 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 വാ. ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് 6 മാസമായെങ്കിലും മോള് വന്നത് കഴിഞ്ഞ ആഴ്ചയാ. അവൾ എന്റെ വീട്ടിലായിരുന്നു. അമ്മൂമ്മ എന്ന് പറഞ്ഞ അവക്ക് ജീവനാ. എന്റെ കമലം മരിച്ചേ പിന്നെ അവൾ അവിടെ തന്നെയായിരുന്നു. അപ്പോഴേ ഞങ്ങൾ തന്നെ കാണാനല്ല വന്നത്, മകളെ വിളിക്ക്. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഇതേതാ ഈ നാരദ വേഷം? ഇവിടെ എന്താ മടമുണ്ടോ? ഒന്ന് ചുമ്മാ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വന്നിട്ട് അധിക സമയമായോ? യാത്രാമധ്യേ വിഘ്നങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ? യാത്ര മധ്യൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇപ്പൊ ഉണ്ടായി. ഉണ്ണി തന്നെ ഇത് തന്നെ എന്റെ പെങ്ങള് സുഭദ്ര തന്നെ തറവാട് ഷെയർ വിറ്റ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുക. കല്യാണം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ പൂജയും ധ്യാനവും ഒക്കെ ആയിട്ട് കഴിയുക. പേര് പോലെ തന്നെ ജീവിതവും സുഭദ്രം. ഈ പേരില് പന്തളത്തൊരു ആന ഉണ്ടായിരുന്നല്ലോ, പാപ്പാനെയൊക്കെ ചവിട്ടി കൊന്നിട്ട് ഈ കരിമ്പിൻ കാട്ടിലൂടെ മേഞ്ഞ് നടന്ന സുഭദ്രാന. ശാന്തി. ഏതായി കാർക്കോടൻ കുഞ്ഞ്? പൊതുവാൾ. അപ്പോ നമുക്കിത് അങ്ങനെ തീരുമാനിക്കാം അല്ലേ ജയ? ഉണ്ണിത്താനെ, ഈ കല്യാണം നടത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്താണോ തനിക്കെന്റെ മകളെ ഇഷ്ടപ്പെട്ടില്ലേ? തന്റെ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി താമസിപ്പിക്കാൻ എന്റെ വീട് പോരാ. അവള് മഹാലക്ഷ്മി അല്ലേ? താൻ പേടിപ്പിച്ച് കളഞ്ഞല്ലോടൂ. ജയ, എന്തൊക്കെയാ നീ പറയുന്നത്? വാട്ട് ഡു യു മീൻ? യെസ്, എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. 1.5 വർഷം മുമ്പ് എന്റെ ജീവിതത്തിലേക്ക് ആക്സിഡന്റലായിട്ട് കടന്നു വന്നൊരു പെണ്ണാണ് ഈ രാധിക. റൊമാൻസ്? നോ, ഒരു വലിയ ക്ലാഷ്. ലോയ്ക്ക് പഠിക്കുമ്പോഴായിരുന്നു സംഭവം. ഒരു ടിപ്പിക്കൽ ലോ സ്റ്റുഡന്റ് തൊട്ടിത്തരങ്ങളെല്ലാം എനിക്കുണ്ടായിരുന്നു. എന്റെ ഹോസ്റ്റൽ മേറ്റായി സുരേഷ് മേനോ എന്ന് പറഞ്ഞൊരു ഒറ്റപ്പാലംകാരനുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ സ്റ്റുഡൻസിനിടയ്ക്ക് ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഇടപെട്ടാൽ ഏത് കാര്യം എളുപ്പം സോൾവ് ചെയ്യാൻ കഴിയുമെന്ന്. കൈ നിറയെ പണവും മനസ്സ് നിറയെ അഹങ്കാരവും നിറച്ചു നടന്നിരുന്ന കാലം. ഒരു ദിവസം ഒരു സ്പെഷ്യൽ റിക്വസ്റ്റുമായി ഞാൻ പറഞ്ഞ സുരേഷ് മേനൻ എന്റെ മുറിയിലേക്ക് വന്നു.
ഞാൻ അതുവരെ ഇടപെട്ടിട്ടില്ലാത്തൊരു കേസായിരുന്നു അത്. അവന്റെ 1 വേ പ്രേമം 2 വേ ആക്കി കൊടുക്കണം. സിറ്റിയിലെ ആർട്സ് കോളേജിലെ കോളേജ് ബ്യൂട്ടി ആയിരുന്നു പെണ്ണ്. ആദ്യമൊക്കെ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ അവന്റെ നിർബന്ധത്തിന് എനിക്ക് വഴങ്ങേണ്ടി വന്നു. അവിടെ നിന്നായിരുന്നു എല്ലാ കുഴപ്പത്തിന്റെ തുടക്കം. കൺഗ്രാറ്റ്സ്. ഞാൻ കോംപ്ലിമെന്റ്സ് ചോദിച്ചില്ലല്ലോ. കൊടുക്കുന്നയാൾക്ക് ഇഷ്ടം തോന്നുന്നുകൊണ്ടാണ് കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നത്, അല്ലാതെ കോംപ്ലിമെന്റ്സ് ആരും ചോദിച്ചു വാങ്ങാറില്ല. രാധികെ, ഇത് കേസ് വേറെയാ. ആ മോന്ത കണ്ടാൽ അറിയില്ലേ? ഓ, അപ്പോ റൊമാൻസ് ആണല്ലേ? എക്സാക്ട്ലി, യെസ്, റൊമാൻസ് തന്നെ. തന്നാരും പ്രേമിക്കാൻ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഒരു നിയമമില്ല. പക്ഷേ തന്റെ ഈ പിത്തം പിടിച്ച മുഖം കണ്ടിട്ട് എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നില്ല. ചിരിയാ വരുന്നത്. പിന്നെ കുറച്ച് സഹതാപവും. വാടിപ്പോ. പിത്തക്കാടി പ്രേമിക്കാൻ വന്നിരിക്കുന്നു. ഉരുക്കിയ 10 ടിന് നെയ്യ് കിട്ടും. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ലളിത പത്മിനി രാഗണിയോ? നിന്റെ ഉപ്പുമാങ്ങ ഉണങ്ങിയ പോലത്തെ മോന്ത കാണുമ്പോഴേ എനിക്ക് മുള്ളാമുട്ടുന്നൊന്നുമില്ല. ഹോൾഡ് യുവർ ടങ്, യു ഇഡിയറ്റ്. ഒരുപാട് കുലുങ്ങല്ലേ മോളെ? ദേഹത്തുള്ള ചില സാധനങ്ങളൊക്കെ ഉരുണ്ട് നിലത്ത് വീഴും. തനിക്കിപ്പോ എന്താ വേണ്ടത്? പ്രേമിക്കണം. തന്നെ പോലെ ഡേർട്ടി ഡെവിളിനെയോ? നോ, നെവർ. ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യു. വേണ്ട, എന്നെ പ്രേമിക്കണ്ട. ജസ്റ്റ് 1 സെക്കൻഡ്. ഇവനെ താൻ പ്രേമിച്ചേ പറ്റൂ. അത്രയ്ക്ക് ഇഷ്ടം ഇവന് തന്നോട്. ഈസ് മാഡ്ലി ഇൻ ലവ് വിത്ത് യു. ഓഹോ, തനിക്ക് വേണ്ടിയായിരുന്നോ? നമ്മൾ ബ്രോക്കർ ആണല്ലേ? എന്നാ കേട്ടോളൂ. ഒരാൾക്ക് വേറൊരാളോട് ഇഷ്ടം തോന്നാം, പ്രേമം തോന്നാം. അത് തുറന്ന് പരസ്പരം പറയും ചെയ്യാം. പക്ഷേ ഒരാൾ ഇന്നയാളെ നിർബന്ധമായും സ്നേഹിച്ചേ പറ്റൂ എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാ കേൾക്കുന്നത്. മനസ്സുകൊണ്ട് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവളുടെ മുഖത്ത് നോക്കി അത് തുറന്ന് പറയാനുള്ള ഗട്ട്സ് ഇല്ലെങ്കിൽ ചേഞ്ച് യുവർ സെക്സ് മാൻ. മെഡിക്കൽ ടെക്നോളജി ഈസ് വെരി അഡ്വാൻസ്ഡ്. അല്ലാതെ തേർഡ് റേറ്റ് സ്ട്രീറ്റ് ഗുണ്ടാസിനെ കൊണ്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യിക്കല്ല വേണ്ടത്. Don't shout. പെണ്ണുങ്ങൾക്ക് ഇത്രയും സ്മാർട്ട്നെസ് പാടില്ല എന്നല്ലേ പറയാൻ വന്നത്? ജയത്തേക്ക് നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ വേ ഓഫ് അപ്രോച്ച്. ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര ബോറായി പോയി. അവളോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. വേണ്ട ജയ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിയാൽ ചിലപ്പോ വീണ്ടും ഒരു പ്രശ്നം. ഇംപോസിബിൾ. അവളെ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് നീ തന്നെ ആയിരിക്കും. സ്റ്റുഡൻസ്, ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെയൊക്കെ കോളേജ് മേറ്റായ രാധികയും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി. അത് രാധികയെ മാനസികമായി വേദനിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുറ്റബോധം കൊണ്ട് അതിലേറെ വിഷമം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈ സംഭവത്തിൽ ഞങ്ങൾ രണ്ടുപേരും രാധികയോടും ഈ കോളേജിലെ മറ്റെല്ലാ സ്റ്റുഡൻസിനോടും മാപ്പ് ചോദിച്ചോളുന്നു. അടുത്തായി മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മൈക്ക് ഞാൻ എന്റെ സുഹൃത്ത് സുരേഷിനെ ഏൽപ്പിച്ചോളുന്നു. താങ്ക് യു ജയ. ഡിയർ ഫ്രണ്ട്സ്, ഇതിന്റെയൊക്കെ കാരണക്കാരനായ ഞാനും നിങ്ങളോട് എല്ലാവരോടും രാധികയോട് വ്യക്തിപരമായും ക്ഷമ ചോദിക്കുന്നു.
രാധിക നന്നായി പോയി. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ആണുങ്ങൾക്ക് എന്തും ചെയ്യാന്നൊരു ഭാവമുണ്ട്. നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയ വേഗം വളയുന്ന ഇവരുടെയൊക്കെ വിചാരം. അങ്ങനെയല്ലേ ഞാനും നിന്നെ വളച്ചെടുത്തത് അല്ലേ? പക്ഷേ ആലോചിച്ചപ്പോ അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. എന്റെ റൂംമേറ്റ് ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നെ. എന്തോ അപ്പോഴത്തെ മൂഡിലുള്ള ഒരു വാശിയായിരുന്നു. ഐ എം റിയലി സോറി. സത്യം പറഞ്ഞാൽ ഒരു ബെറ്റിൽ നിന്നായിരുന്നു ഇതിന്റെയൊക്കെ തുടക്കം. ബെറ്റോ? അതെ, ഞാനും ഇവനും തമ്മിലുള്ളൊരു ബെറ്റ്. രാധികയെ കൊണ്ട് ഇവനെ ഇഷ്ടമാണെന്ന് പറയുക. അതിനുവേണ്ടി അന്ന് അങ്ങനെ ഒരു വഴി കണ്ടെത്തിയത്. ഇത്ര റിസ്ക് ആയ വഴി തെരഞ്ഞെടുത്ത് ജയിക്കാൻ എന്തായിരുന്നു ബെറ്റ്? ഒരു കേസ് ബിയർ. അയ്യേ, ഇത്ര ചീപ്പ് ബെറ്റായിരുന്നോ? അത് പോട്ടെ, ലെറ്റ്സ് കം ടു ദ മാറ്റർ. എന്നാ നിങ്ങളുടെ മാരേജ്? അതാണ് പ്രോബ്ലം. ഇവരുടെ കല്യാണം നടത്താനും ഒരു റിസ്കി വേ തന്നെ വേണം. രവീണയുടെ പാരന്റ്സിന് ഈ ബന്ധം ഇഷ്ടമല്ല. എക്സാം കഴിഞ്ഞാൽ അവരിവളെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും. അതിനു മുമ്പ് ആരും അറിയാതെ ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണം. അതിന് രാധികയുടെ ഹെൽപ്പും കൂടി വേണം. ഞാനെന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? ആരും അറിയാതെ എനിക്കും സുരേഷിനും രജിസ്റ്റർ മാരേജ് നടത്തണം. അതിന് രാധിക എന്റെ കൂടെ ഒന്ന് നിൽക്കണം. ഒരു വിറ്റ്നസ് ആവണം, അത്രേ ഉള്ളൂ. ഇതല്പം ബുദ്ധിമുട്ടുള്ള സഹായമാണ്. എന്നാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതി ഞാൻ ഓക്കെ ചെയ്യുന്നു. ആ, ഈ സന്തോഷത്തിന് വേണ്ടി നമ്മൾ 4 സ്മാള് 4 ഐസ്ക്രീം കൂടുതൽ പറയുന്നു. വെയിറ്റർ